ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. നാം പൗലോസ് അപ്പോസ്തലനെക്കുറിച്ചും സീലാസിനെക്കുറിച്ചും അവരുടെ മിഷൻ യാത്രയെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പൗലോസ് സീലാസും എരുസലേമിലെത്തി. എരുസലേമിൽ പോകരുതെന്ന് പലരും പൗലോസിനോട് അഭ്യർത്ഥിച്ചു. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ കന്യകമാരായ 4 പുത്രിമാരുണ്ടായിരുന്നു. അവരോടുകൂടെ താമസിച്ചപ്പോൾ അവരും പറഞ്ഞു, പൗലോസിന് അങ്ങോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ അവരവിടെ താമസിച്ചപ്പോൾ അവരും പറഞ്ഞു. അതുകൂടാതെ അഗമോസ് എന്ന പ്രവാചകൻ അവരും അവരുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ ഒരു പൗലോസിൻ്റെ അരക്കച്ച എടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥനെ കൈകാലുകൾ കെട്ടി ഈ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടും പൗലോസിനോട് ദൈവത്തിൻ്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു റോമിലേക്ക് പോകണമെന്നുള്ളത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞ എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്ന എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവനെ സമ്മതിപ്പിക്കുവാൻ ഒക്കായ കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പൗലോസ് അത്രയും പറഞ്ഞ് ഞാൻ പോകുമെന്നുള്ളത്. അവർ വളരെ സങ്കടത്തോടുകൂടെ പൗലോസിനെ യെരുശലേമിലേക്ക് യാത്ര അയച്ചു. അങ്ങനെ പൗലോസ് യെരുശലേമിലെത്തി. പൗലോസ് സീലാസ് യെരുശലേമിലെത്തി. യാക്കോബും മൂപ്പന്മാരും വളരെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു. എന്നാൽ ആസ്യയിൽ നിന്ന് വന്ന ചില യഹൂദന്മാരെ പുരുഷാരത്തെ ഇളക്കി പൗലോസിനെ പിടിച്ചു ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി. അതിനുശേഷം വാതിലുകൾ അടച്ചു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ സഹസ്രാധിപൻ പടയാളികളെ കൊണ്ടുവന്നു പൗലോസിനെ അടിക്കുന്നത് നിർത്തിച്ച് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. അവനെ കൊന്നുകളയണം എന്ന് ജനം ആർത്തു. ഒരു തെറ്റും ചെയ്യാത്ത പൗലോസിനെയാണ് കൊന്നുകളയണമെന്നുള്ളത് ജനം ആർത്തത്. എന്നാൽ പുരുഷാരത്തിൻ്റെ ബലാത്കാരം കാരണം പൗലോസിനെ അവർ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു. അങ്ങനെ അവനെ എടുത്തുകൊണ്ടുപോയി കോട്ടയിലാക്കി. രാത്രിയിൽ കർത്താവ് പൗലോസിൻ്റെ സന്നിധിയിൽ വന്നു. കാരണം പൗലോസ് ഇവിടെ വന്ന് ശരിയാണോ ഇല്ലയെന്ന് അടിയുണ്ടപ്പോൾ ചിലപ്പോൾ തോന്നിക്കാണും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് അവൻ, പരിശുദ്ധാത്മാവിൻ്റെ വഴി അനുസരിച്ചാണ്, പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടാണ് നടക്കുന്നതെന്ന് പൗലോസിനും ദൈവം ധൈര്യം കൊടുത്തു. രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കാം, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പൗലോസിനോട് ദൈവം പറയുന്നതായിട്ട് വന്നു. ആ ദിവസങ്ങളിൽ പൗലോസ് അവിടെ ആയിരുന്ന സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തെ സാക്ഷീകരിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. പൗലോസ് എവിടെയായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പൗലോസിനെ അപ്പോൾ അവൻ കോട്ടയിലാണ്. അപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ വിചാരിച്ചു, എങ്ങനെയെങ്കിലും പൗലോസിനെ ശരിയായിട്ട് രീതിയിൽ, അവനൊരു തെറ്റും ചെയ്യാത്തവനാണ്, അപ്പോൾ അവനെ ശരിയായ രീതിയിൽ വിധിച്ച് കൊല്ലുവാൻ സാധിക്കത്തില്ല, അപ്പോൾ അവനെ ചതിച്ച് കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു 40 പേർ ഒന്നിച്ചു കൂടി അവരൊരു ശപഥം ചെയ്തു. അവർ ശപഥം ചെയ്ത് എന്താണ്? ശപഥം ചെയ്ത് അവർ മഹാപുരോഹിതനോട് പറഞ്ഞു, പൗലോസിനെ കൊന്നുകളയുവോളം ഭക്ഷണം കഴിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, പൗലോസിനെ ചോദ്യം ചെയ്യുവാനെന്ന ഭാവേന നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേയിൽ അവനെ കൊന്നുകളഞ്ഞോളാമെന്ന്. നമുക്കൊന്ന് ഓർത്ത് നോക്കിയേ, നല്ല കാര്യത്തിന് വേണ്ടിയല്ല അവർ ഫാസ്റ്റിംഗ് എടുക്കണത്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കാം, പ്രാർത്ഥിക്കുകയും ഫാസ്റ്റിംഗ് ചെയ്യാം, പക്ഷേ അത് നല്ല കാര്യത്തിനായിരിക്കണം. ഇവിടെ അവർ ഫാസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? പൗലോസിനെ കൊന്നുകളയുവോളം അവർ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ അവർ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ സൂത്രത്തിൽ മഹാപുരോഹിതന്മാരോട് പറഞ്ഞു, സൂത്രത്തിൽ പൗലോസിനെ കൊണ്ടുവരണം, അതിനുള്ള അനുവാദം മേടിക്കാനായിട്ട് ന്യായാധിപ സംഘവുമായി ആലോചിച്ച് സഹസ്രാധിപനോട് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പതിയിരിക്കുവാനായിട്ട് ഞങ്ങൾ പതിയിരുന്നോളാം, 40 പേരുണ്ട്, പൗലോസ് നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് മുമ്പ് അവനെ കൊന്നുകളയുക. അപ്പോൾ നമ്മൾ ഓർക്കുക, ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്
ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യ നിൽക്കുന്നവനാണ്. എത്ര അധമനായി തീർന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ലീഡേഴ്സായിട്ടുള്ളവർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പതിയിരിപ്പുകാരനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ അറിവ് കിട്ടി. അപ്പോൾ അവൻ കോട്ടയിൽ ചെന്ന് പൗലോസിനോട് പറഞ്ഞു. പൗലോസ് അവനെ സഹസ്രാധിപൻ്റെ അടുക്കൽ വന്നു. അവൻ പതിയിരിപ്പുകാരുടെ വിവരം സഹസ്രാധിപനെ അറിയിച്ചു. സഹസ്രാധിപൻ അവനോട് പറഞ്ഞു, നീ ഈ കാര്യം എന്നോട് പറഞ്ഞു എന്ന് ആരെയും പറയരുതെന്ന് പറഞ്ഞു. സഹസ്രാധിപൻ വേഗം 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കി. പിന്നെ 2 ശതാധിപന്മാരെയും വരുത്തി രാത്രിയിൽ 3 മണി നേരത്ത് പൗലോസിനെ കൈസരിയിൽ ഫേലിക്സിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. യെരുശലേമിൽ നിന്ന് മഹാപുരോഹിതനായ അനന്യാസും മൂപ്പന്മാരും വന്നു. ഫേലിക്സ് പൗലോസിനെ അവരുടെ മുമ്പിൽ വിസ്തരിച്ചു. കുറ്റമൊന്നും കണ്ടില്ല. ഫേലിക്സ് പല പ്രാവശ്യം വിസ്തരിച്ചെങ്കിലും കുറ്റം കണ്ടില്ല. എന്നാൽ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായിട്ട് വിട്ടേച്ചു പോയി. പിന്നെ ഫേലിക്സ് മാറി ഫെസ്തോസ് വന്നു. ഫെസ്തോസ് വിസ്തരിച്ചിട്ടും കുറ്റമൊന്നും കണ്ടില്ല. എന്നാൽ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വിചാരിച്ച് പൗലോസിനോട് പറഞ്ഞു, നീ യെരുശലേമിലേക്ക് ചെന്ന് അവിടെ വെച്ച് നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ കൈസരുടെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അഗ്രിപ്പാവ് വന്നു. ഫെസ്തോസ് പൗലോസിനെ അഗ്രിപ്പാവിൻ്റെ മുമ്പാകെയും വിസ്തരിച്ചു. ഒരു കുറ്റവും കണ്ടില്ല. അഗ്രിപ്പ പറഞ്ഞു, ഇവൻ കൈസരുടെ അഭയം ചെല്ലിയില്ലായിരുന്നെങ്കിൽ അവനെ വിടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ പൗലോസിനെ കപ്പൽ മാർഗം റോമിലേക്ക് വിടുവാൻ ഒരുക്കങ്ങൾ ചെയ്തു. അങ്ങനെ അവൻ റോമിലേക്കുള്ള യാത്രയ്ക്ക് അവർ പോകുവാനായിട്ട് പ്ലാനിട്ടു. കൈസരെ അഭയം ചെല്ലിയത് കൊണ്ട് റോമിലേക്ക് പോകണം. ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പൗലോസിനോട് പറഞ്ഞു, നീ റോമയിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ടാണ് കൈസരെ അഭയം ചെല്ലിയത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതാനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്ലാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ പ്രിയ സഹോദരിമാരെ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത്. ദൈവം എല്ലാ കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ദൈവഹിത പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ ഒരിക്കലും കർത്താവിനെ ദുഃഖിപ്പിക്കേണ്ടി വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ദുഃഖവും എല്ലാം ഉണ്ടായെന്നിരിക്കാം. റോമിലേക്ക് പോകുന്നത് വളരെ സുഖത്തിനു വേണ്ടി ഒന്നുമല്ല. എന്നാൽ അവിടെയും ദൈവം അവനെ പരിപാലിക്കും. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ അവനെ എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് പൗലോസ് സന്തോഷത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ പൗലോസും അതുപോലെ തീരുമാനിക്കുന്നതായിട്ടും അതുപോലെ ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും ദുഃഖത്തിലും കഷ്ടതയിലും ഏതവസ്ഥയിലും കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എത്ര പതിയിരിപ്പുകാരെ 40 പേരെ ഒന്നിച്ചു കൂട്ടിയാലും ദൈവം വിചാരിച്ചെങ്കിൽ മാത്രമേ പൗലോസിൻ്റെ ഒരു തലയിലെ ഒരു മുടി പോലും എടുക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. അത് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഭയമില്ലാത്തവരായിട്ട് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.